ഇലയോടുകൂടിയ കൊണ്ടയാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, യൂട്യൂബിലുമൊക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ബീട്രൂട്ടിൻ്റെ മുകൾ ഭാഗം കുറച്ച് കട്ടിയായിട്ട് അരിഞ്ഞു മാറ്റിക്കഴിഞ്ഞാൽ, നമ്മളെ സാധാരണ പച്ചക്കറി ഇവിടെയാണ് അരിഞ്ഞു മാറ്റുന്നത്, പക്ഷേ ഈ കുറച്ചും കൂടെ തിക്നെസ് വെച്ചുകൊണ്ട്, മാംസം വെച്ചുകൊണ്ട് അരിഞ്ഞു മാറ്റിയിട്ട് ഇതിനെ നമ്മൾ മണ്ണിൽ ഉറപ്പിച്ച് വെച്ച് അതിൻ്റെ സൈഡിലെല്ലാം മണ്ണിട്ടൊന്ന് മൂടിക്കൊടുത്ത് ഈ ഇല പുറത്തോട്ട് നിൽക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് ബീട്രൂട്ടിൻ്റെ ചെടി വളർന്നു വരികയും അതിൽ ബീട്രൂട്ടിൻ്റെ കായ ഉണ്ടായി വരികയും മണ്ണിനടിയിൽ ഉണ്ടായി വരികയും ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പരിശോധിച്ച് സ്വയം മനസ്സിലാക്കണമെന്നൊരാഗ്രഹം തോന്നി അങ്ങനെ ചെയ്യുന്നതാണ്. നമ്മളിപ്പോൾ ഈ രണ്ടെണ്ണം ഒരു ചെറിയ പോട്ടി വെച്ചിട്ട് പിന്നീട് ഇത് വലുതാകുമ്പോൾ മറ്റൊരു പോട്ടിലേക്കൊന്ന് മാറ്റാം എന്നുള്ളൊരു ചിന്തയാണ്. ഇലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഓടിൻ കഷ്ണങ്ങളൊക്കെ ഇതിനകത്ത് ഇടാവുന്നതേ ഉള്ളൂ. അപ്പോൾ വെള്ളം തങ്ങി നിൽക്കാനുള്ളൊരു സഹായം ഉണ്ടാവും. കുറച്ച് ഓടിൻ കഷ്ണം കല്ലുമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നല്ല വളക്കൂറുള്ള മണ്ണാണ്. പ്രത്യേകിച്ച് വളമൊന്നും ഇടുന്നില്ല. വളമൊക്കെ ഇട്ട് എല്ലാം പ്രപ്പോർഷനേറ്റായിട്ട് മിക്സ് ചെയ്ത് ഒക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു മടിയൊക്കെ വരാറുണ്ട്. എന്നാൽ കുറച്ച് കായ് ഒക്കെ ഇങ്ങനെ വളർന്ന് കായൊക്കെ ഉണ്ടായി തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ അതിനകത്തൊരു ഇൻട്രസ്റ്റ് വരും. അപ്പോൾ നമ്മൾ വളമൊക്കെ വാങ്ങിക്കാനും പോകാനും ഒക്കെ ഒന്ന് മെനക്കെടാനുള്ളൊരു മോട്ടിവേഷൻ ഉണ്ടാകും. ഇപ്പം അങ്ങനെ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താണോ നമ്മൾ ഇരിക്കുന്ന സമയം, നമ്മുടെ സൗകര്യം, അതിനനുസരിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പോൾ കുറച്ച് ചെടികളൊക്കെ, പച്ചക്കറികളൊക്കെ നട്ടതെല്ലാം നല്ലോണം തിളർത്ത് നിൽക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ ഗ്രോത്ത് കാണിക്കാനുണ്ട്. ഇത്രയും മണ്ണിട്ട് ഞാനൊന്ന് നിമർത്തി എടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ പുറത്താണ് ഈ ബീട്രൂട്ടിൻ്റെ കൊണ്ട വയ്ക്കുന്നത്. അപ്പോൾ ഒരല്പം ഒന്ന് മണ്ണ് മാറ്റിയിട്ട് നമ്മൾ ഇവിടെ ഒരെണ്ണം വെച്ചു. എന്നിട്ട് അതിൽ ഇതിൻ്റെ ആ ബീട്രൂട്ടിൻ്റെ ഭാഗം കാണാതെ നല്ലവണ്ണം ഒന്ന് അമക്കി കൊടുക്കാം. അതുപോലെ മറ്റൊരു പീസും ഇതിൽ ഒടിഞ്ഞു കിടക്കുന്ന ഈ ഭാഗമൊക്കെ ഒന്ന് എടുത്ത് കളയുക. ഒടിഞ്ഞു കിടക്കുന്ന ഭാഗം നിന്നാൽ എപ്പോഴും വളരുന്ന വേരിനൊരു ഭാരമാവുകയും ആ വേരുണ്ടാവാതിരിക്കുകയും ചെയ്യും. മണ്ണൊക്കെ അനങ്ങി. അപ്പോൾ ഇതൊരെണ്ണം ഞാനിവിടെ വെച്ചിരിക്കുകയാണ്. ഇതും ഇങ്ങനെ ഒന്ന് അല്പം മണ്ണ് മാറ്റുക. ഈ ബീട്രൂട്ടിൻ്റെ ഈ മാംസള ഭാഗം, ഈ ഇരിക്കുന്ന ഭാഗം മണ്ണ് ചേർത്ത് ഒന്ന് മൂടിക്കൊടുത്തിട്ട് അതിലേക്ക് വെള്ളം. ഇത് എത്ര ദിവസം കൊണ്ട് ഇതിനകത്ത് പുതിയ തിളിര്, ഇപ്പോൾ തിളിര് നിൽപ്പുണ്ട്, ഈ തിളിര് രണ്ടും ഇതിനകത്ത് നിൽപ്പുണ്ട്. ഇനി ഈ തിളിര് എത്ര ദിവസം കൊണ്ട് മുകളിലേക്ക് വരുമെന്നും എത്ര ദിവസം ആ തിളിര് വരാനായിട്ട് ഇതിൻ്റെ വേര് താഴോട്ട് ഇറങ്ങുമെന്നുള്ളത് പിന്നീടുള്ള വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഇത് വിജയകരമായി ചെയ്യാൻ സാധിച്ച, നമ്മൾ വീട്ടിൽ വാങ്ങിക്കുന്ന ബീട്രൂട്ടിൻ്റെ തുമ്പ് വെട്ടി ഇങ്ങനെ വെച്ചാൽ മാത്രം മതി. അത് വെട്ടി കളയേണ്ട ആവശ്യമില്ല. അത്